ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. ജൂൺ 29 വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാളായി ആചരിക്കുന്നു. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രക്തസാക്ഷിയായ വിശുദ്ധ പത്രോസിനെ കുറിച്ചാണ്. ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ പ്രമുഖനും ആദ്യ മാർപ്പാപ്പയുമായിരുന്ന വിശുദ്ധ പത്രോസിന്റെ ജനനം ബെത്സയിദയിലായിരുന്നു. യോന, യോവന്ന എന്നിവർ മാതാപിതാക്കൾ. മീൻപിടുത്തക്കാരനായ പത്രോസിനെ യേശു ശിഷ്യഗണത്തിലേക്ക് വിളിച്ച് കേഫ എന്നു പേര് നൽകി. പാറ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. മുക്കുവന്മാരുടെയും കപ്പൽ നിർമ്മാതാക്കളുടെയും സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ പത്രോസിന്റെ ലേഖനം ഇദ്ദേഹം എഴുതി. ഞാൻ കർത്താവിനെ പോലെ കുരിശിൽ മരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് AD 604 റോമിൽ വെച്ച് നീറോ ചക്രവർത്തിയുടെ കാലത്ത് കുരിശിൽ തല കീഴായി രക്തസാക്ഷിത്വം വരിച്ചു. പത്രോസ് ബലഹീനനാണെന്നും ഒരു ദുർബല നിമിഷത്തിൽ തന്നെ തള്ളിപ്പറയുമെന്നും കർത്താവിന് അറിയാമെങ്കിലും ഇതാ സ്വർഗത്തിന്റെ താക്കോൽ നിനക്ക് ഞാൻ തരൂ എന്ന് ഒരിക്കൽ പറഞ്ഞു. അതുകൊണ്ടാവാം സ്വർഗത്തിലെ ഗേറ്റ് കീപ്പർ എന്ന് വിശുദ്ധ പത്രോസ് അറിയപ്പെടുന്നത്. എന്റെ പേര് ആൽഡ്രിൻ. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന വിശുദ്ധൻ വിജാതിയരുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ പൗലോസിനെ പറ്റിയാണ്. ക്രിസ്തീയ ചരിത്രത്തിലും ദൈവശാസ്ത്രത്തിലും വിശുദ്ധ പൗലോസ് ഒരു മഹത്തായ വ്യക്തിയാണ്. പുതിയ നിയമത്തിലെ പകുതിയോളം പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയതാണെന്ന് പറയപ്പെടുന്നു. ക്രിസ്തുമതത്തെ വിജാതിയരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനോ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ അനുയായിയോ സഹചാരിയോ ആയിരുന്നില്ല പൗലോസ് അപ്പോസ്തലൻ. ക്രിസ്ത്യാനികളുടെ പീഡകനായിരുന്ന പൗലോസ് തൻ്റെ ദമാസ്കസിലേക്കുള്ള യാത്രയിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള ദർശനം ലഭിച്ചതോടെ അപ്പോസ്തലനായി. പൗലോസ് എന്നത് ലാറ്റിൻ നാമവും യഥാർത്ഥ പേരായ സാവൂൾ എന്നത് ഹെബ്രായൽ നാമവുമാണ്. പൗലോസ് എന്ന പേരിൻ്റെ അർത്ഥം ചെറിയവൻ എന്നാണ്. പീഡകനായിരുന്ന സാവൂൾ ക്രിസ്തുവിൻ്റെ പടയാളിയായി. ഉപദ്രവകാരിയായിരുന്നവൻ ഉപകാരിയായി മാറി. കൊലപാതകൻ ആയിരങ്ങളുടെ രക്ഷകനായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. പൗലോസിനെ രൂപാന്തരപ്പെടുത്തിയ കർത്താവ് ഇന്ന് നമ്മെയും ക്ഷണിക്കുന്നു. ദൈവിക പൊരുൾ സ്വജീവിത അനുഭവത്തിലൂടെ വെളിപ്പെടുത്തി തന്ന പൗലോസിന്റെ ക്രിസ്തു ജീവിതം നമ്മെയും സ്വാധീനിക്കട്ടെ. നന്ദി.